മലയാളത്തിൽ ഇത് ന്യൂ ജനറേഷൻ സിനിമയുടെ കാലമാണ്. സിനിമാ കുടുംബങ്ങളിലാണെങ്കിലോ സെക്കൻഡ് ജനറേഷന്റെ കാലവും. 919 സ്പോട്ട്ലൈറ്റിൽ ഇന്നൊരു താരപുത്രൻ സലാല മൊബൈൽസിന്റെ താരമാണ് നിതയ്ക്ക് മുന്നിൽ. ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ. യു ആർ ലിസണിംഗ് ടു മീ ഓൺ റേഡിയോ മാംഗോ 91.9. അപ്പോ സ്വാഗതം 919 സ്പോട്ട്ലൈറ്റിലേക്ക്. താങ്ക് യു നീത, വെരി ഹാപ്പി ടു ബി ഹിയർ. ഓഫീസ് കുറെ നാളായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇറ്റ്സ് വെരി നൈസ് ബിൽഡിംഗ്. അതിലാണ് ഇവിടെ സ്റ്റുഡിയോ വരുന്നത്. റേഡിയോ മാംഗോ കൊച്ചി സ്റ്റുഡിയോയുടെ അയൽവക്കാണ് ശരിക്കും പറഞ്ഞാൽ. അതെ, സ്ഥിരം വീട്ടിലോട്ട് പോകുന്നതും വരുന്നതൊക്കെ ഈ വഴിയാണ്. ഞാൻ കാണാറുണ്ട് ഇടയ്ക്ക് ഇതിലെ പോകുന്നത്. ആണല്ലേ? ദുൽഖർ സൽമാൻ, എന്താ ഈ പേരിന്റെ അർത്ഥം? പേരിന്റെ അർത്ഥം, എന്റെ ഫാദർ സ്റ്റഡീഡ് ഇസ്ലാമിക് ഹിസ്റ്ററി. അപ്പോൾ രണ്ട് ഫേമസ് വാറിയേഴ്സ് ആണ്. വൺ ഇസ് ദുൽഖർ നൈൻ ആൻഡ് വൺ ഇസ് സൽമാൻ അൽ ഫാരിസി. ഹി കമ്പൈൻഡ് ആൻഡ് ഗേവ് മീ എ ഫെയർലി യുണീക്ക് പേര്. അപ്പൊ ശരിക്കും റെയർ ആയിട്ടുള്ള ഒരു പേരാ ഇത്. ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര എംബാരസിംഗ് ആണ്. കാരണം ആർക്കും ഇത് പറയാനും അറിയാൻ പാടില്ല, അല്ലെങ്കിൽ വായിക്കാനും അറിയാൻ പാടില്ല. പുതിയ ക്ലാസ് ടീച്ചർ വന്ന് രജിസ്റ്റർ വായിക്കുമ്പോൾ എന്റെ പേരും വേണമെന്ന് വരുമ്പോഴത്തേക്കൊന്ന് സ്റ്റക്കാവും. അപ്പൊ തന്നെ ഞാൻ കൈപോക്കിയിട്ട് ദുൽഖർ മാം, കാരണം അവർക്ക് ഒബ്വിയസ്ലി ഇതിനോട് ഒരു പ്രൊണൗൺസ്. ഇൻഡസ്ട്രി വരുമ്പോൾ എനിക്ക് അത് വലിയൊരു പേടിയായിരുന്നു. ഇതൊരു ഒരു ആക്ടറിന് പറ്റിയ പേരാണോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ നെയിം പറ്റിയ പേരാണോ എന്നൊക്കെ പേടിയൊക്കെ എനിക്കുണ്ടാകും. പക്ഷെ ബട്ട് വെരി സ്വീറ്റ്ലി നമ്മുടെ ഓഡിയൻസസ് അക്സെപ്റ്റഡ് ഇറ്റ്. ദുൽഖർ സൽമാൻ പോകുന്നത് അങ്ങനെ അത് ഭയങ്കര ഈസി ആയിട്ട് പറയുന്നുണ്ട്. അത് അപ്പൊ ഈ പേരിട്ട മമ്മൂട്ടിക്ക് തെറ്റിയില്ല. അതെ, ഞാനൊരു ന്യൂ കമർ ആയിരുന്നു. മിക്കവാറും എന്റെ ആദ്യത്തെ ഡയറക്ടേഴ്സ് ചിലപ്പോൾ പേര് മാറ്റാൻ പറഞ്ഞു. പേരിന്റെ നമ്പർ എല്ലാം കൂട്ടി നോക്കിയപ്പോ പ്രശ്നമായി. അതെ, എനിക്ക് മനസ്സിലാത്ത സംഭവമാണ് ന്യൂമറോളജി. അത് ഈവൻ ഹിന്ദി കുറെ പടങ്ങളുടെ സ്പെല്ലിംഗ്സ് ഒക്കെ ഇറ്റ്സ് വെരി വിയർഡ് ബിക്കോസ് ഈ ന്യൂമറോളജി നോക്കുന്നുണ്ട്. മീൻ ഐ നോ ഡിസ്റെസ്പെക്ട് ടു പീപ്പിൾ ലുക്ക് ഇറ്റ്. ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ സ്പെല്ല് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നൊക്കെ ആയിരിക്കും. അപ്പൊ പേര് പറഞ്ഞു. ഹൈറ്റ് എത്രയുണ്ട്? ഹൈറ്റ് 6 അടി ഇല്ല. വെയിറ്റ് 70 something, 75%. ഹെഡ് വെയിറ്റ് ഇല്ല, ചിലപ്പോ തോന്നുന്നു കുറച്ച് ഉണ്ടാവണമെന്ന്. ഓ യാ, അപ്പൊ ദുൽഖർ സൽമാൻ ഒരു ഗുഡ് മാൻ ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഐ എം ഫെയർലി ഐ തിങ്ക് ഗുഡ്. ഒരു വലിയ പ്രശ്നക്കാരനല്ല. അതെ, ഇനി ഞാനായിട്ട് കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. ഒരു കഥ കേൾക്കുമ്പോ ഈ സിനിമ ചെയ്യാം എന്ന് ദുൽഖർ തീരുമാനിക്കുന്നത് എന്ത് കാര്യം നോക്കിയിട്ടാ? എന്തായാലും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത്? ടിപ്പിക്കലി കേൾക്കാത്ത പോലത്തെ ഒരു സ്ക്രിപ്റ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത പോലത്തെ ഒരു ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ ഐ ഗെറ്റ് എക്സൈറ്റഡ്. ആഹാ. അപ്പൊ ഫസ്റ്റ് മൂവിയോ? സെക്കൻഡ് ഷോ എനിക്ക് തോന്നുന്നത് ലാലു ഇതുപോലെ ചേരി എന്നുള്ളതാണ്. കാരണം ഞാൻ ഒബ്വിയസ്ലി അങ്ങനത്തെ ഒരു ലൈഫ് ജീവിച്ച ആളല്ല. നമ്മള് പിന്നെ വായിൽ സ്വർണ്ണക്കരണ്ടി ആയിട്ട് ജനിച്ച മോനല്ലേ. ഒന്നത് എന്നെ അങ്ങനെ വലിയ സ്വർണ്ണക്കരണ്ടി വെച്ചിട്ട് വളർത്തിയിട്ടൊന്നുമില്ല വീട്ടില്. ഐ ഹാഡ് വെരി നോർമൽ സോർട്ട് ഓഫ്. എനിക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ഹാവ് പെർസെപ്ഷൻ ഞങ്ങളുടെ വീട്ടിൽ എന്തോ മറ്റേ ഈ ഷെഫ് ഹാറ്റും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര കോണ്ടിനെന്റൽ സ്റ്റൈലിൽ ഭക്ഷണമൊക്കെ, അങ്ങനെ എന്തോ ഒരു ധാരണ. ഐ ഹാവ് വളരെ നോർമൽ ആയിട്ടുള്ളൊരു ഹൗസ് ഹോൾഡ്. ശരി, ഒരു വളരെ സാധാരണക്കാരനാണെന്ന് എടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, റേഷൻ കാർഡ്, ആധാർ കാർഡ് ഇതൊക്കെ എടുത്തോ? ആധാർ കാർഡ് എടുക്കാൻ പോകണം. ഞാൻ ആക്ച്വലി കഴിഞ്ഞ മാസം പോകണ്ടായിരുന്നു. അതിന് പോകണം. ഞാൻ അത് അടുത്ത കോൺട്രവേഴ്സി ആവണ്ട. ആരാ വീട്ടില് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്? ടിപ്പിക്കലി ഉമ്മ തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതും. അത്രയും നോർമൽ ആയിട്ടുള്ള വീടും. കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ബിരിയാണി ഭയങ്കര വീക്ക്നെസ് ആണ്. ഒരു വിഷമിച്ചൊക്കെ ഇരിക്കും. ബിരിയാണി കണ്ടാൽ ഐ എം ക്വൈറ്റ് ഹാപ്പി. എന്റെ അഭിപ്രായത്തില് ബിരിയാണി കഴിച്ചാൽ കുറച്ച് പനിയൊക്കെ മാറി കിട്ടുന്നെങ്കിൽ തോന്നുന്നു. എന്തോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് മെഡിസിൻ. ബിരിയാണിനെ പറ്റി പലരും പലതും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ബിരിയാണി കഴിച്ചാൽ പനി മാറും എന്ന് പറഞ്ഞു. ഐ തിങ്ക് സോ. ഐ റിയലി തിങ്ക് സോ. എന്താ പറയാ പോലെ ചിലപ്പോൾ സൈക്കോളജിക്കൽ ആവും, എനിക്കെന്താ അറിയില്ല. പക്ഷെ ഞാൻ എവിടെ പോയാലും എനിക്ക് അവിടുത്തെ ഒരു ലോക്കൽ ബിരിയാണി ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖർ ഇതുവരെ കേട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കമന്റ് എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമന്റ് ഇതുവരെ കേട്ട മമ്മൂക്കയുടെ മോൻ ഒരു നല്ല മോനാണെന്ന് കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് മമ്മൂട്ടിയുടെ സിനിമാ പാരമ്പര്യവും ഒരു കാരണമല്ലേ? അതെ, പക്ഷെ ഈ ലെഗസി നമ്മൾ നേടിയെടുക്കാൻ ഒരു ആയുഷ്കാലം മൊത്തം വേണ്ടി വരും. കളയാൻ ഒറ്റ സെക്കൻഡ് മതി. ഞാൻ ഹെൽമെറ്റ് വെക്കാൻ മറന്ന പോലെ. ഞാൻ അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒട്ടും ഇഷ്ടപ്പെടാതിരുന്നോ? കമന്റ് ഇപ്പൊ സെക്കൻഡ് ഷോ അഭിനയിച്ചപ്പോൾ ഞാൻ ഭയങ്കര സ്റ്റിഫാന്ന് പറഞ്ഞു ആൾക്കാർ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും NRI റോൾസേ ചെയ്യുള്ളൂ എന്ന് പറയാറുണ്ട്. അമേരിക്കൻ മോനാണ്. അതെ, ഇറ്റ്സ് സാഡ്. കാരണം ഞാൻ അവിടെ ജനിച്ചൊന്നുമല്ല. ഒന്നിനും സ്റ്റീരിയോ ടൈപ്പ് ആവണമെന്ന് താല്പര്യമില്ല. അതായത് ഇനി സിനിമയിൽ എയർപോർട്ട്, പിന്നെ യൂറോപ്പ്, അല്ലെങ്കിൽ NRI ഇങ്ങനത്തെ കഥകളൊക്കെ ആയി ദുൽഖർ സൽമാന്റെ അടുത്ത് കഥ പറയാൻ ആരും വരണ്ട. അതെ, വരണ്ട പ്ലീസ്. ഞാൻ കുറെ ചെയ്ത് കഴിഞ്ഞു. സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ വീട്ടില് വാപ്പിച്ചി തന്ന അഡ്വൈസ് എന്താ? ഒന്നുമില്ല, പറഞ്ഞ പോലെ സക്സസും ഫെയിലിയറും വരും, ക്രിറ്റിസിസവും പ്രേസും വരും. എന്ത് വന്നാലും അതിനൊക്കെ സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. അത് ഭയങ്കരമായിട്ട് ഞാൻ പൊതുവേ പെട്ടെന്ന് ഡൗൺ ആവും. അത് അധികം എഫക്റ്റഡ് ആവാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ദാറ്റ്സ് ഓൾ യു കൻ ഡു. നമ്മള് നമ്മുടെ ജോലി ചെയ്യാം. മമ്മൂട്ടി പ്ലസ് ദുൽഖർ സൽമാൻ എന്താണ് അങ്ങനെ ഒരു സിനിമ വരിക? അറിയില്ല. എനിക്ക് ആഗ്രഹം ഉണ്ട് ഡെഫിനറ്റ്ലി. എങ്ങനെ പെർഫോം ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഭയങ്കര ഇന്റിമിഡേറ്റിംഗ് ആയിരിക്കും. മകനായിട്ട് അഭിനയിക്കണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെയല്ല. ഐ തിങ്ക് എന്തെങ്കിലും ഒരു വാപ്ചി ഒരു വലിയ പടത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ കിട്ടിയാലും ഞാൻ ഹാപ്പിലി പ്ലേ ചെയ്യും. സ്വപ്നം കാണാറുണ്ടോ അതിനെ പറ്റി? ഇല്ല, ഞാൻ സത്യം പറയാനെ കുറിച്ച് അധികം ആലോചിക്കാറില്ല. ബിക്കോസ് ഞാനത് ഏൺ ചെയ്തിട്ടില്ല. ഐ തിങ്ക് ഇനിയും കുറച്ചും കൂടി എക്സ്പീരിയൻസും. നമ്മൾ ഒരു സ്റ്റെപ്പ് താഴെ നിന്നാ മതി എന്നാണോ? അതെ, ഉടുപ്പ് മേടിച്ചാലോ ഞാൻ ഷോപ്പ് ചെയ്യുന്ന ബ്രാൻഡ്സ് ഒക്കെ എപ്പോഴും എന്റെ ഫാദറിന്റെ ബ്രാൻഡ്സിനെക്കാളും കുറച്ച് കുറവായിരിക്കും.
അങ്ങനെ ഒരു എനിക്ക് ഇഷ്ടമാണ് ആ ഒരു സെക്കൻഡ് ലെവലിൽ അല്ലെങ്കിൽ തേർഡ് ലെവലിൽ നിൽക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഐ ലൈക്ക് ഡൂയിങ്. എന്നാലും എപ്പോഴെങ്കിലും സ്വപ്നം കാണാറുണ്ടോ ദുൽഖർ സൽമാന്റെ അച്ഛനാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു പിന്നെ അത് ഇപ്പോഴും ഇപ്പൊ ജോണി മോനെ അല്ലെങ്കിൽ ABCD കഴിഞ്ഞിട്ട് എനിക്കുള്ള കുറെ കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനത്തെ വളരെ ചെറിയ ഓഡിയൻസിൽ അവർ ചിലപ്പോ അച്ഛനെ മീറ്റ് ചെയ്ത ദുൽഖർ സൽമാന്റെ ഫാദർ ആണെന്ന് ചോദിക്കാറുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് അച്ഛനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി പടം കഴിഞ്ഞിറങ്ങിയതും പയ്യന്മാരൊക്കെ ബൈക്കും എടുത്തിറങ്ങി ഇന്ത്യ കാണാൻ. റേഡിയോ മാംഗോ 91.9 ഞാൻ നിത. ഇത് 919 സ്പോട്ട് ലൈറ്റ്. ദുൽഖർ സൽമാനാണ് ഇപ്പൊ നിതയുടെ കൂടെ 919 സ്പോട്ട് ലൈറ്റിൽ. ബൈക്ക് ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഒരാളാണോ? ബൈക്കുകൾ ഞാൻ കുറച്ച് വൈകി ഇതുപോലെ വീട്ടിൽ സമയമില്ല ഓടിക്കാൻ. എത്ര വയസ്സിലാണ് വീട്ടില് ബൈക്ക് ഓടിക്കാൻ തന്നിട്ടൊന്നുമില്ല. അങ്ങനെ ഒന്നും അറിയാൻ പാടില്ല അവരാർക്കും ബൈക്ക് ഓടിച്ചിട്ടുണ്ടെന്നൊക്കെ. ആരും അറിയാതെ പോയി ഫ്രണ്ട്സിന്റെ ബൈക്കൊക്കെ ഓടിച്ചിട്ടാണ് പഠിച്ചത്. വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല ബൈക്ക് ഓടിക്കാൻ. അപ്പൊ ബൈക്ക് ഓടിക്കാനേ സമ്മതിക്കാത്ത വീട്ടിലാണെങ്കിൽ എങ്ങനെ ബൈക്കിൽ ഗേൾഫ്രണ്ടിനെ കൊണ്ട് പോകും? ബൈക്കിന് അതെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഗേൾഫ്രണ്ട് കൊണ്ട് പോകണമെന്ന്. പക്ഷേ മൈ വൈഫ് എപ്പോഴും ഐ തിങ്ക് ഷീസ് ക്വൈറ്റ് സ്കെയർഡ് ഓഫ് ബൈക്സ്. പക്ഷെ കൊണ്ടുപോകണതൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോകണം എപ്പോഴും ഒരു ബൈക്ക് മേടിച്ചാൽ കൊണ്ടുപോകാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെ ബൈക്കിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വീട്ടിൽ പ്രശ്നമാണ്. അത് ആ ടോപ്പിക് എടുത്തിട്ടുണ്ട്, അതങ്ങ് വിട്ടേക്ക് എന്നൊക്കെ പറയും. എങ്കിലും ഒരുപാട് സെലിബ്രിറ്റീസ് അവരുടെ മക്കളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഐ തിങ്ക് ലിസി പ്രിയദർശൻ, സുചിത്ര മോഹൻലാൽ, അമിതാഭ് ബച്ചൻ, ജോൺ എബ്രഹാമിന്റെ ഫാദർ. പക്ഷെ ഇവരെ ഈ പിള്ളേരെല്ലാം ബൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. ഒരു ഫാസ്റ്റ് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റ് കാറിന്റെ ഒരു 10 അല്ലെങ്കിൽ 20 പ്രൈസ് ഉണ്ടാവുള്ളൂ. സോ യു കെൻ ഗെറ്റ് ആസ് മച്ച് ത്രിൽസ്. ഐ തിങ്ക് റൈഡിങ് ഒരു സൂപ്പർ ബൈക്ക് ഇസ് ലൈക്ക് ഒരു പ്ലെയിനിൽ നിന്ന് ചാടണം. അത്രയും സ്കെയറി ആണ്, അത്രയും റിസ്ക് എലിമെന്റ് ഉണ്ട്, അത്രയും ത്രില്ലിംഗ് ആണ്. ഐ സ്ട്രോങ്ലി ബിലീവ് ദിസ്. അപ്പൊ നീലാകാശം എന്ന് പറഞ്ഞ സിനിമയിൽ ത്രൂ ഔട്ട് ഞാനും അതേ സണ്ണിവേനോ ഞങ്ങൾ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ അതെ. ഇൻഫാക്ട് എനിക്ക് ആ ബൈക്ക് കിട്ടിയ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ടിന്റെ ബൈക്കായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു സെന്റിമെന്റൽ വാല്യൂ ഉള്ള ബൈക്ക് ആയതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ റെമ്യൂണറേഷൻ ആയിട്ട് ബൈക്ക് എടുത്തത്. ഇത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണോ പ്രൊമോഷണൽ ഇവന്റിന് വന്നപ്പോഴും ഹെൽമെറ്റ് വെക്കാതെ വന്ന്? അത് ഞാൻ ശരിക്കും ഭയങ്കര മിസ് ചെയ്തൊരു പോയിന്റാണ്. എനിക്ക് എന്തോ ഞങ്ങൾ ആ സമയത്ത് ഫുൾ പടത്തിൽ ഹെൽമെറ്റ് ഉണ്ട്. ആ ക്രൗഡിനിടയ്ക്ക് എനിക്ക് ഹെൽമെറ്റ് കിട്ടിയില്ല. കംപ്ലീറ്റ്ലി ഒരു മിസ്സായ സംഭവമല്ല. അത് ഡെലിബറേറ്റ്ലി ഹെൽമെറ്റ് ഒക്കെ ആയിരുന്നതല്ല. അതിന് ഇപ്പോഴും ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. ഇത് ആൾക്കാർ ഇപ്പൊ ടിപ്പിക്കലി എന്നെ കുറിച്ച് പറയുന്ന ഒരു തമാശയാണ്, ഹെൽമെറ്റ് വെക്കാൻ ഇഷ്ടമല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഹെൽമെറ്റ് ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. സിനിമയിൽ ഹെൽമെറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് പുതിയ റൂള് വന്നിട്ടുണ്ട്. അതെ, ഞാൻ അതിനെ കുറിച്ച് കമന്റ് ചെയ്യണമെങ്കിൽ നല്ലത്. എസ്പെഷ്യലി എന്റെ ഈ ഹെൽമെറ്റ് എപ്പിസോഡിന് ശേഷം ഞാൻ പൊതുവെ ഹെൽമെറ്റിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ പറയരുത്. ഹെൽമെറ്റ് എല്ലാവരും ഹെൽമെറ്റ് വെക്കുക. ഏത് ബൈക്ക് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും ഡെഫിനറ്റ്ലി ഹെൽമെറ്റ് വെക്കുക. കാർ ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്ന പോലെ തന്നെയാണ്. അത്രയും സേഫ്റ്റി ഫസ്റ്റ്. സെക്കൻഡ് ഷോയിൽ തുടങ്ങി സലാല മൊബൈൽസിൽ എത്തി നിൽക്കുന്നു ഈ നടന്റെ റീച്ച്. നമസ്കാരം, ഞാൻ ദുൽഖർ സൽമാനാണ്. മലയാളത്തിൽ ഇത് ന്യൂ ജനറേഷൻ സിനിമയുടെ കാലമാണ്. പലപ്പോഴും ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന സബ്ജക്റ്റ് ഒന്നുമല്ല ഈ യങ്സ്റ്റേഴ്സ് എടുക്കുന്നതെന്ന് ഈ സിനിമകളെ പറ്റി ഒരു ആരോപണം ഉള്ളതാണ്. എന്ത് പറയുന്നു? എനിക്ക് ന്യൂ ജനറേഷൻ ടേം കുറച്ച് ഇറിറ്റേറ്റ് ആണ്. കാരണം ഐ ഡോണ്ട് ലൈക്ക് ദിസ് ടെർമിനോളജി. എനിക്ക് ഒരിക്കലും ഒരു ജനറേഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആ ടൈറ്റിൽ വലിയ പ്രശ്നമായതുകൊണ്ട് ഞാൻ എന്ത് പറയും ദൈവമേ, ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ എന്ന് പറയാം. അതെ, നമ്മുടെ ജനറേഷൻ അത് കുറച്ചുകൂടി നല്ലതാണ്. ഒരു സിനിമ അല്ലെങ്കിൽ ആർട്ട് ആണെങ്കിലും ഏതൊരു ജനറേഷൻ യു ഡിസ്കസ് ഹ്യൂമൻ പ്രശ്നങ്ങളാണെങ്കിലും ഇക്വേഷൻസ് ആണെങ്കിലും ഡൈനാമിക്സ് ആണെങ്കിലും റിലേഷൻഷിപ്സ് ആണെങ്കിലും അത് ഡിസ്കസ് ചെയ്യും. അത് ദാറ്റ് ഈസ് എന്തായാലും ഉണ്ടാവും. ഓഡിയൻസ് ഹാസ് ദ ചോയ്സ്. Filmmakers have the choice. ദുൽഖറിന്റെ ഒരു ചോയ്സിൽ ഞാൻ ഇങ്ങനെ ഒരു പടം ചെയ്യില്ല എന്ന് ഐ വോണ്ട് ഡു. ഞാൻ ഈ പറഞ്ഞ മേജർ ഇന്റിമസി ഒന്നും ഞാൻ ചെയ്യില്ല. ബിക്കോസ് എനിക്ക് വീട്ടില് വാപ്പച്ചും ഉമ്മയും ഭാര്യയും. എനിക്ക് നാളെ എന്റെ കുട്ടികൾക്ക് എന്റെ സിനിമകൾ കാണാൻ പറ്റും. കാരണം എനിക്ക് എന്റെ ഫാദറിന്റെ സിനിമകൾ കാണാൻ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് അതിന്റെ ഒരു സെക്യൂരിറ്റി വളരെ ഉണ്ടായിരുന്നു. സോ ഐ എം വെരി പെർട്ടിക്കുലർ അബൌട്ട് ദാറ്റ്. പക്ഷെ അതില്ലാതെയും കഥകൾ പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഒരു ആക്ടർ അല്ലേ, എങ്ങനത്തെ മൂവീസ് ഒക്കെ കാണാനാണ് ഇഷ്ടം? ജനറലി എനിക്ക് പേഴ്സണലി ഇഷ്ടം കാണാൻ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പടങ്ങളാണ് ചെയ്യാൻ. ഐ മീൻ നോ ഡൗട്ട്. ഇപ്പൊ ഒരു തീവ്രം പോലത്തെ പടം എനിക്ക് ചെയ്യാൻ ഭയങ്കര ഐ എൻജോയ്ഡ് വെരി മച്ച് ആസ് ആൻ ആക്ടർ. കാരണം ഒന്ന് ദേഷ്യപ്പെടാൻ പറഞ്ഞാൽ ഈവൻ യു കെൻ ഡു ഇറ്റ്. എക്സ്ട്രീം ഇമോഷൻസ്, എക്സ്ട്രീം ഹാപ്പിനെസ്, എക്സ്ട്രീം സാഡ്നെസ് ഒക്കെ കാണിക്കാൻ ആസ് ആർട്ടിസ്റ്റ് നമുക്ക് കുറച്ചും കൂടി ഓപ്പർച്യൂണിറ്റിയാണ്. ഈ സിനിമയിൽ ബീപ്പ് അടിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ഇറ്റ്സ് ഗുഡ്. ബീപ്പ് കൊണ്ട് അത് പുറത്ത് പറയാതെ തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഓഡിയൻസിൽ അഡൾട്ട്സ് എല്ലാവർക്കും മനസ്സിലാവും. കുട്ടികൾക്ക് അത് എഫക്ട് ചെയ്യില്ല. കുട്ടികൾ ചോദിക്കും അതെന്താണെന്ന്. അതെ, അതെന്താണത് അങ്ങനത്തെ ആഡ്സ് വരുമ്പോഴും കുട്ടികൾക്ക് എളുപ്പം മനസ്സിലാകുന്നത് അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. അങ്ങനത്തെ ഒരു നെവീസ് ഒക്കെ ഉള്ളതല്ലേ. അതെ അതെ. അവരെ കൊണ്ടൊക്കെ സിനിമയ്ക്ക് പോകുമ്പോ അവര് ചോദിച്ചാൽ എന്ത് പറഞ്ഞു കൊടുക്കും ദുൽഖർ? അല്ല, അവർക്ക് അറിയാം ബാഡ് വേർഡ്സ് ഗുഡ് വേർഡ്സ് അറിയാം. അത് ബാഡ് വേർഡ് യു ഷുഡ്ന്റ് സേ. അപ്പൊ അതുകൊണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികളെ വെരി സ്മാർട്ട്. നമ്മള് വിചാരിക്കുന്നൊക്കെ ഭയങ്കര ഇന്റലിജന്റ്. എന്റെ നെവീസ് എസ്പെഷ്യലി ആർ എക്സ്ട്രീംലി സ്മാർട്ട്. അത് എങ്ങനെയെങ്കിലും ഒരു ഉത്തരം കണ്ടുപിടിച്ചാൽ പറ്റും. അല്ലെങ്കിൽ അവന്മാര് വേറെ രീതിയിൽ ലോജിക്കലോട്ടൊക്കെ ചോദിക്കും. ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ദുൽഖർ സൽമാൻ. ചോദ്യങ്ങളുമായി കൂടെ ഞാൻ നീത. ഇത് 919 സ്പോട്ട് ലൈറ്റ് ഓൺ റേഡിയോ മാംഗോ 91.9. നാട്ടിലെങ്ങും പാട്ടായി.